ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കിയനെക്സ്. അപ്പോൾ നാളെയാണ് നമ്മുടെ ബയോളജി എക്സാം. അപ്പോൾ ഈ ബയോളജി എക്സാമിന് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. ഇനി പഠിക്കാത്തവർക്കായി ചിലരൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല, ഇനി പഠിക്കാൻ പോകുന്നവരുണ്ടാവും, പിന്നെ ലാസ്റ്റ് റിവിഷൻ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ക്വിക്കായിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് മിസ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സ് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ റിവൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്സ് തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ അത് നമ്മുടെ ഓണം എക്സാമിന് വന്ന ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ആണ്, നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നാളെയുടെ ജനിതകം എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമുക്ക് അതിൽ സ്ട്രക്ചർ ഓഫ് DNA വളരെ ഇമ്പോർട്ടന്റ് ആണ്. DNA സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി പോവുക. പിന്നെ അതിൽ പ്രോട്ടീൻ സിന്തസിസിൽ സ്റ്റേജസ് ഉണ്ടല്ലോ, ആ സ്റ്റേജസും എന്താണെങ്കിലും പഠിച്ചു പോവുക. അതിൻ്റെ അതൊക്കെയാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, അതിൽ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഉണ്ട്. പിന്നെ അടുത്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA ആണ്. RNA ടൈപ്സും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, എന്നാൽ പോലും നമ്മുടെ ഈ ഒരു ടോപ്പിക്സ് മുന്നേ ഉള്ള ചാപ്റ്ററിലും പല രീതിയിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമഗ്രയിലൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നാണ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഉള്ള ടോപ്പിക്സ് ഒന്ന് നിങ്ങൾ വേഗം റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും, നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, പിന്നെ മെൻഡൽസ് എക്സ്പെരിമെന്റിൽ മോണോ ഹൈബ്രിഡും അതുപോലെ തന്നെ ഡൈ ഹൈബ്രിഡ് ക്രോസും എന്താണെങ്കിലും നിങ്ങൾ നോക്കി പോവുക കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 5 മാർക്ക് ഒക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, കാരണം ഇത് ഓണം എക്സാമിന് ഉണ്ടായിരുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഇസ് പാർട്സ് ഓഫ് എവല്യൂഷൻ ആണ് കേട്ടോ. പാർട്സ് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡാർവിനിസോ ലാമാർക്കിസോ ഒക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക, അതിന്റെ കീ പോയിന്റ്സ് ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ ബ്രെയിനും അതിലെ പാർട്സ് ഒക്കെയാണ് പിന്നീട് അങ്ങോട്ടേക്ക് പറയുന്നത് അല്ലെ. നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ പാർട്സ് ഓഫ് ദ ബ്രെയിൻ, അതിൽ തന്നെ സെറിബ്രം സെറിബെല്ലം ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കുക കേട്ടോ. അതെന്താണെങ്കിലും ക്വസ്റ്റൻ ആയിട്ട് വരാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡ്. അത് മക്കളെ നിങ്ങൾ ആ ഡയഗ്രാം വെച്ചിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ആ ഡയഗ്രാം പലപ്പോഴായിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കുക. പിന്നെ നെർവസ് സിസ്റ്റം ഓഫ് ഡിഫറെന്റ് ഓർഗാനിസംസ്, അതൊരു ടേബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ടേബിളും ആ ഒരു കാര്യങ്ങളൊക്കെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് നോക്കുക. പിന്നെ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, ഇപ്പൊ ന്യൂറോണിന്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അത് എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. നമുക്കൊരു ഫുൾ മാർക്കിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ ഒരു ടോപ്പിക്സും കൂടെ പഠിക്കാം. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് ഓണം എക്സാമിനുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം ഒരു 6 മാർക്സ് ഒക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റേജ് ഇതുവരെ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല, അപ്പൊ നമുക്കത് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഒരു റഫ് കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്കൊരു 5 to 6 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, അതായത് സെക്കൻഡ് ടേമിൽ വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ബിഹൈൻഡ് സെൻസേഷൻസ് അല്ലെങ്കിൽ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ നമ്മുടെ കണ്ണെന്നുള്ള ഭാഗം അല്ലെ, ഐ അല്ലെങ്കിൽ കണ്ണെന്നുള്ള ഭാഗം നിങ്ങൾ എന്താണേലും പഠിച്ചിരിക്കണം. അതിന്റെ സ്ട്രക്ചർ, അതായത് അതിന്റെ ഓരോ ലെയേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട്, നമ്മുടെ കൊറോയിഡ്, റെറ്റിന, അതുപോലെ ഓരോ ലെയേഴ്സ് അല്ലേ, ആ ലെയേഴ്സ് കൃത്യമായി തന്നെ പഠിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താണെങ്കിലും ചോദിക്കും. പിന്നെ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നമുക്ക് അതിന്റെ റോഡിനെ അതുപോലെ ക്വാണ്ടിറ്റി ഒക്കെ എന്താണ് പിക്ചർ തന്നെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ എന്താണ് നമ്മുടെ ഐ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ആ കണ്ണിന്റെ ഡിസോർഡേഴ്സും ഡിഫക്ട്സും ഡിസീസസും ഒക്കെ എന്താണ് ഒരു കോസും ആ ഭാഗങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഒരു ടേബിളിൽ തന്നെ തന്നിട്ടുണ്ട്. അതെന്താണേലും പഠിച്ചിട്ട് പോവുക. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താണേലും ഒരു 2-3 ഐ ഡിസീസ്, അതിൽ തന്നെ നിങ്ങൾക്ക് ആസ്റ്റിഗ്മാറ്റിസം, ഗ്ലൂക്കോമ, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണേലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ട്, അതിനൊക്കെ റീസൺ എന്താണ്, അതുപോലെ ഒത്തിരി ഐ ഡിസീസസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണേലും പഠിച്ചിട്ട് പോവുക. ഇനി ഇയർ ആണ്, ഇയറിൽ തന്നെ സ്ട്രക്ചർ ഓഫ് ഇയർ. ഇതിൻ്റെ അത് ഐൻ്റെയും അതുപോലെ കണ്ണിൻ്റെയും അതുപോലെ ചെവിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഇയറിനാണെങ്കിൽ എന്താണ് പുറത്തെ മീൻസ് പാർട്സ് ഓഫ് ദി ഇയർ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ, മിഡിൽ ഇയർ, എക്സ്റ്റേണൽ ഇയർ, ഇന്റേണൽ ഇയർ, ആ ഒരു ഭാഗങ്ങളും കൃത്യമായിട്ട് നോക്കി പോവുക. ഇനി സെൻസ് ഓഫ് ഹിയറിംഗ് നോക്കുക. അതുപോലെ തന്നെ ചെവിൻ്റെ മറ്റൊരു പ്രധാന ഫംഗ്ഷൻ എന്താണ്, ബോഡി ബാലൻസിങ് ആണ്. അപ്പോൾ അതിൽ ബോഡി ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട ഇന്റേണൽ ഇയറിലുള്ള
പാർട്സ് ഏതൊക്കെയാണ് ആ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കി പോവാം കേട്ടോ. പിന്നെ ഉള്ളത് ടേസ്റ്റ് ബഡ്സ് ആൻഡ് കീമോ റിസപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ടേസ്റ്റ് ബഡിന്റെ ഒക്കെ പിക്ചർ തന്നിട്ട് ഇങ്ങനെ നമുക്ക് ക്വസ്റ്റിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം നോക്കുക, അതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 10 തൊട്ട് 12 വരെ മാർക്സ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് ഓർക്കുന്നു. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മുടെ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് ആണ്, അതായത് ജീവികളിലെ രാസസംവേദനം. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഒരു ഭാഗമാണ് പ്ലാന്റ് ഹോർമോൺസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ഓക്സിന്, സൈറ്റോകൈനിൻ, ജിബർലിൻസ്, ഇത്തലീൻ, ഈ പറഞ്ഞ പ്ലാന്റ് ഹോർമോൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അതിന്റെ ഫംഗ്ഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നിങ്ങൾ ഒരു കോഡൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതെന്താണേലും പഠിച്ചിരിക്കണം, അതിൻ്റെ ഒന്ന് ക്വസ്റ്റൻ ഉറപ്പാണ്. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡ്, ഫസ്റ്റ് തൈറോയിഡ് ഗ്ലാൻഡും അതിന്റെ സെക്രീഷൻസും ആണ് ഹോർമോൺസ് അല്ലെ, തൈറോക്സിനും കാൽസിറ്റോണിനും. അതിൽ കാൽസിറ്റോണിൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസിറ്റോണിൻ എങ്ങനെയാണ് കാൽസ്യം റെഗുലേറ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക. ഓക്കെ, അതിന് സഹായിക്കുന്ന മറ്റൊരു ഗ്ലാൻഡ് ഏതാണ്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡും കൂടി ഉണ്ട് അല്ലേ. ആ പാരത്ത് ഹോർമോണും ഇതിന്റെ ഒക്കെ രണ്ടിന്റെയും റെഗുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിന് രണ്ട് ഹോർമോൺസിന്റെ ആ ഒരു പ്രസക്തി എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നോക്കി പോവുക. പിന്നെ ഗ്ലൂക്കോസ് ഇൻ റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കാൽസ്യത്തിന്റെ ഭാഗം. ഗ്ലൂക്കോസും നിങ്ങൾ നോക്കുക, അതും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അഡ്രീനൽ ഗ്ലാൻഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിലെ കോർട്ടെക്സിന്റെ ആ ഒരു പിക്ചറും സ്ട്രക്ചറൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ആ സ്ട്രക്ചർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അതുപോലെ കോർട്ടെക്സിന്റെ ഹോർമോൺസ്, അത് നിങ്ങൾക്ക് ഒരു ടേബിളിൽ തന്നെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കോർട്ടെക്സിൽ നിന്ന് സെക്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഹോർമോൺസ് ഏതൊക്കെയാണെന്നും അതിന്റെ ഫംഗ്ഷൻ ഏതാണെന്നും മക്കളെ നിങ്ങൾ എന്താണെങ്കിലും പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഉണ്ട്, ഹൈപ്പോതലാമസും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് നിന്ന് ഇതേപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒത്തിരി എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഹോർമോൺസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ ഗ്രോത്ത് ഹോർമോണും അതുപോലെ ഗ്രോത്ത് ഡിസോർഡേഴ്സ് അല്ലെ, ജൈജാൻഡിസം, ഡാർഫിസം ഒക്കെ നിങ്ങൾ നോക്കി പോവുക. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പൊ ഏകദേശം ഒരു 12 മാർക്കിനൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ബിഹൈൻഡ് സെൻസേഷനും കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറഞ്ഞ 2 ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അതാണ് നമ്മുടെ സെക്കൻഡ് ടേമിന്റെ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ. ഇത് ഇപ്പം പല സ്കൂളുകളിലും പകുതിയൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു 4-5 മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അപ്പൊ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ, അതിൽ നമ്മൾക്ക് ഓർത്തിരിക്കേണ്ടതാണ് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അതുപോലെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇത് തമ്മിലുള്ള ഡിഫറൻസസ് നിങ്ങൾ എന്താണേലും നോക്കി വെക്കുക. പിന്നെ ഫാഗോസൈറ്റോസിസും അതിന്റെ ഡയഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് തന്നെ അത് പഠിക്കുക. പിന്നെ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസും ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ടൈപ്സ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ ലിംഫോസൈറ്റ്സ് എന്താണെങ്കിലും നോക്കേണ്ടതാണ്. വാക്സിൻസും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഇവിടെ വരെയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്താണ് നിങ്ങൾ എന്താണേലും പഠിച്ചു പോവുക. അപ്പോൾ ഇനി ലാസ്റ്റ് നിമിഷം റിവൈസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇനി അല്ലാത്തവർ പഠിക്കാൻ തുടങ്ങിയവരൊക്കെ ചിലരൊക്കെ ഉണ്ടാവും ലാസ്റ്റ് നിമിഷം പഠിക്കുന്നത്, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ മാക്സിമം സ്കോറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.